அண்ணே தடி சாமானங்களெல்லாம் வந்தாச்சு. இன்னைக்கு பணி ஸ்டார்ட் பண்ணலாമല്ല? നിക്ക്, പണി സ്റ്റാർട്ട് പണ്ണാൻ വരട്ടെ. ഇവിടെ ഞങ്ങൾ തന്നെ പണി കിട്ടിരിക്കുക. അതിനൊരു തീരുമാനമാകട്ടെ. മേശരി പോയി കടുപ്പത്തിലൊരു ടീ സാപ്പിട്ട്. ശരിയും കണ്ണേ. അതെ, അണ്ടി പോയ അണ്ണാമാരെ പോലെ ഇങ്ങനെ മറന്നു കിടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അതെ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? തീർന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇന്നലെ നമുക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി പ്രശ്നമേ ഇല്ല. എന്താണോ നീ അവിടെ പോയിരുന്നോ? അതല്ല, ഞാൻ ഇന്നലെ മുതലേ ആലോചിക്കായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇനി പ്രശ്നമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പറയണം. അതെ, നമ്മൾ ഇന്നലെ ബ്രാൻഡിയിൽ ഒഴിച്ചു കൊടുത്തില്ലേ? എന്റെ ഒരു മറവി. അത് അങ്ങനെയല്ല, ബ്രാൻഡിയിൽ തൈരാണ് ഒഴിക്കേണ്ടത്. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇനി പ്രശ്നമില്ല. എന്താ പ്രശ്നം? പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല സാറേ. ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം സാറേ. പോകല്ലേ, അവിടെ നിന്നേ. കാലത്ത് ഉണർന്നപ്പോഴാ മക്കള് വന്ന് വിവരം അറിഞ്ഞത്. അതുകൊണ്ട് അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? സംശയിക്കേണ്ട, കംപ്ലീറ്റ് കുഴപ്പമായി. സാർ ഇന്നലെ അടിച്ച് കിണ്ടിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോ കോബ്രകൾക്ക് തോന്നിയത് കോബ്രാസിന്റെ സാറിന്റെ മക്കളുടെ കല്യാണാലോചനയാണെന്നാ. പറഞ്ഞു തീരും മുമ്പ് സാറിന്റെ കംപ്ലീറ്റ് ഫീസും പോയി. അതൊന്ന് ക്ലിയർ ആയിട്ട് പറയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഇത്തിരി ഒറ്റമൂലി അല്ല, ഒരിത്തിരി ബ്രാൻഡി സാറിന്റെ വായിലോട്ട് ഒഴിച്ചപ്പോ സാറിന്റെ മക്കൾ കണ്ടോണ്ടൊന്നു. അതാ പ്രശ്നമായത്. സത്യത്തിൽ എന്താ സാറ് പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ട? ഒരു ക്ലൂ? ശരിയാ, ബോധമില്ലാതെ ഞാൻ ഇന്നലെ അത് പറഞ്ഞത്. സത്യത്തില് ഞാൻ അവരോട് ബോധത്തോടു കൂടി തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണത്. പിന്നെ എനിക്ക് നിങ്ങളെ ബോധ്യായി. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. അതിന് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കയറി പറ്റണം. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. ബെസ്റ്റ് അപ്പൻ. ഇങ്ങനെ ഒരു അമ്മായപ്പന് എവിടെ കിട്ടുമിടോ? മനസ്സിൽ കയറി പറ്റുന്ന കാര്യം വിട് സാറേ. ആ വീട്ടിൽ ഇനി എങ്ങനെ കയറി പറ്റും? പ്രശ്നമാണ്, പക്ഷെ അത് പ്രശ്നമല്ല. ഇന്നലെ രാത്രിയിൽ നടന്ന കഥയ്ക്ക് ഒരു മറുകഥ ഉണ്ടാക്കി മക്കളോട് പറയണം, അവരെ വിശ്വസിപ്പിക്കണം. നിങ്ങൾക്കറിയാവോ, ഞാൻ മുൻ ബോക്സർ മാത്രമല്ല, മുൻ സാഹിത്യകാരൻ കൂടിയാണ്. പണ്ട് ബാലലോകത്തിൽ ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി മക്കളെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ഞാനൊരു കഥ ഉണ്ടാക്കും, അതേക്കും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോടാ കുട്ടന്മാരെ. ഈ അങ്കിള് തല്ലിപ്പൊളിയാക്കോ? ഓഫ് കോഴ്സ്. വേണ്ട വേണ്ട പപ്പ, ഇനി പുതിയ കള്ളക്കഥകളൊന്നും ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ പപ്പ. അതെ പപ്പ, ഞങ്ങൾ വരുമ്പോ അവര് ബോധമില്ലാതെ കിടക്കുന്ന പപ്പയുടെ വായില് മദ്യം ഒഴിച്ചു കുടിപ്പിക്കുകയായിരുന്നു. അതെ, പക്ഷെ എന്തിന്? അത് നിങ്ങൾ അന്വേഷിച്ചോ? ഇല്ല, ഞാനിപ്പോ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അവര് കാരണ. അറിയാവോ? എന്താ പപ്പ, എന്താ ഉണ്ടായത്? പറയാ. ഇന്നലെ കോളേജിൽ പഠിച്ച എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. കോളേജിലോ? പപ്പ എപ്പോഴാ കോളേജിൽ പഠിച്ചത്? ഞാനല്ല, കോളേജിൽ പഠിച്ചിട്ടുള്ള എന്റെ ഒരു സുഹൃത്ത്. എന്താ അയാളുടെ പേര്? പേര് പ്ലാച്ചിമൂട്ടിൽ ശശി. എന്താ? എന്നിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നവനാ പ്ലാച്ചിമൂട്ടിൽ ശശി. യാത്രക്കിടയിൽ ഏതോ കാട്ടിൽ വെച്ച് ഒരു കാട്ടുമൂപ്പന് അവൻ കുറച്ച് ചാപ്പണം പുകയില കൊടുത്തപ്പോൾ ആ മൂപ്പൻ അവന് തിരിച്ചൊരു സമ്മാനം കൊടുത്തു. പപ്പാ, എന്തോ? ഈ കാട്ടുമൂട്ടിലെ ശശി കാട്ടുമൂട്ടിലോ ആട്ടിൻകൂട്ടിലൊന്നും അല്ല, പ്ലാച്ചിമൂട്ടിൽ ശശി. പ്ലാച്ചിയെങ്കിൽ പ്ലാച്ചി. അയാള് കാട്ടുജാതിക്കാരനാ? മതി, ഞാൻ പറയുന്നില്ല. ഷളി, നീ ഒന്ന് ചുമ്മാതിരിക്കെ. പപ്പ പറയൂ. മൂട് പോയെന്നേ. ശരി, ഞാൻ മിണ്ടുന്നില്ല. മൂപ്പൻ ശശി കൊടുത്ത സമ്മാനം എന്താണെന്ന് അറിയാവോ? ഒരു കുപ്പി വാറ്റുചാരായം. അവനിവിടെ വന്നപ്പോൾ അതെനിക്ക് തന്നിട്ട് തിരികെ പോയി. കാട്ടിലേക്കാ? അയ്യോ. ശരി പറ. ഇന്നലെ വൈകുന്നേരം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോ എനിക്കെന്തോ ഒരല്പം മദ്യപിക്കണം തോന്നിപ്പോയി. ആ മേശപ്പുറത്ത് പ്ലാച്ചിമൂട്ടിൽ ശശി തന്ന വാറ്റിയാരായും എന്നെ മാടി വിളിച്ചു. കൂട്ടുകാരൻ തന്നതല്ലേ, നിങ്ങൾ അടുത്തില്ലാത്തതിന്റെ വിഷമവും. ഒരു കവിളി ഞാൻ കുടിച്ചു കഴിഞ്ഞത് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ശിരകളിൽ വൈദ്യുതി പ്രവാഹം വീണുപോയി ഞാൻ. മോളെ,
ഈ പപ്പയോട് ക്ഷമിക്കൂ. പപ്പ മരിച്ചു. ദൈവം അയച്ച 2 മാലാഖമാരെ പോലെ അവർ കൃത്യസമയത്തെത്തി. സാറേ സാറേ, അയ്യോ ഇനി വല്ല ബ്ലഡ് ക്യാൻസറോ എന്റെ മറ്റോ കോട്ടയത്തെ പുണ്യാളാ. അയ്യോ, ഫോണാണല്ലോ അടിക്കുന്നത്. ഹലോ ഡോക്ടറാണോ? അല്ല, അല്ലേ? ഞാൻ പ്ലാച്ചിമുട്ടി ശശിയാണ്. ആ. ഞാൻ ജോൺ സാറിന് കൊടുത്ത മദ്യം അത് വിഷമദ്യമായിരുന്നു. അയ്യോ ഞാനത് ഇപ്പഴാ അറിയുന്നത്. അത് കഴിക്കരുതെന്ന് പറയണം. വേണ്ട ചെയ്യില്ലേ? അയ്യോ എന്റെ ദൈവമേ, നമ്മുടെ ജോൺ സാറിനൊന്നും സംഭവിക്കില്ലേ? എന്താ ആരാ? ബ്രദറെ, പ്ലാച്ചിമുട്ടി ശശി ഇപ്പൊ വിളിച്ചിരുന്നു. സാറിന് കൊടുത്തത് വിഷമദ്യമാണെന്ന്. എന്റെ ഗീവറീസ് കൂടിയാണ്. സാറിന്റെ മക്കൾ ഷേലിക്കും ആനിക്കും ഇനി ആരാ ഉള്ളത്? വഴിയുണ്ട്. എന്ത് വഴി? ബ്രദറിന്റെ ഈ പണം വല്ലതും ഉണ്ട്? ഉണ്ട്, 3-4 കോടി കാണും. പക്ഷെ ഒക്കെ ബാങ്കിലാ. ഇന്ന് പക്ഷെ എടുക്കാൻ പറ്റില്ല. ടുഡേസ് ഹോളിഡേ. ഓ ഇന്ന് ടുഡേ ആണല്ലോ. അതെല്ലോ. വേറെ വഴിയുണ്ട്. സാറ് നോക്കണം, ഒരു കുഴപ്പമുണ്ടായിരുന്നു. കൃത്രിമമായ അന്ത്യശ്വാസം കൊടുത്തോളൂ. ഓ ആർട്ടിഫിഷ്യൽ എയർ. ഈശ്വര, വെടിയുണ്ടാണല്ലോ ഏറ്റിരിക്കുന്നത്. അതും മർമ്മസ്ഥാനത്ത് തന്നെ. ഈസ് നാച്ചുറൽ ഡെത്ത്. അയ്യോ ഇതൊന്നും കൊടുത്തേ, ഇതൊന്നും കൊടുത്തേ. ദാ ഗ്ലാസ്. എന്താ ഇത്? ഇത് കണ്ടാ മനസ്സിലാവില്ല. ബ്രാൻഡി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ. അത് ശരി. അപ്പൊ സാറിന് വെള്ളം അടിക്കാത്തതിന്റെ അസുഖം വരുന്നല്ലേ? നീ അങ്ങോട്ട് കൊടുക്കണേ. വിഷമദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മറുമരുന്ന് ബ്രാൻഡി ആണെന്ന് വൈപ്പിൻ വരുന്ന സമയത്ത് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അത് ഭക്ഷണത്തിന് ശേഷം, അത് ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കണം. എന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവരുടെ ഭഗീരഥ പ്രയത്നത്തിനിടയിലാണ് നിങ്ങൾ വന്ന് കയറിയത്. ആരാടോ നിങ്ങള്? ഇതാണ് ഇന്നലെ രാത്രിയിൽ സത്യത്തിൽ സംഭവിച്ചത്. ബെസ്റ്റ് ബെസ്റ്റ് കഥ. എന്താ, നിനക്കെന്നെ വിശ്വാസമായില്ല അല്ലേ? നീ ഒന്ന് ചുമ്മാതിരിക്കും ശാലി. എന്നിട്ട് ഇപ്പൊ പപ്പായ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അയ്യോ ഇനി പൊട്ടിക്കളി, നീ പൊട്ടക്കഥ വിശ്വസിച്ചോ? വേണ്ട, നീ ഒന്നും പറയണ്ട. അതേ മോളെ, പപ്പ ചെമ്പെടുത്ത് കാണിച്ചാലും അവള് ചങ്കരത്തി പോവാന്നേ പറയൂ. ഓ, എനിക്ക് വല്ലാത്തൊരു വിഷമം. ഒന്ന് കിടക്കണം. ദേ പപ്പ, ഇനി ഓവർ ആക്ട് ചെയ്ത് ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഞാൻ വിശ്വസിച്ചു പോരെ. പിന്നെ ഒരു കാര്യം ഉറപ്പായി, പപ്പയുടെ ഈ കോബ്രകൾ അത്രയ്ക്ക് വിഷമുള്ള കൂട്ടത്തിലല്ല. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പപ്പയുടെ ഭാവന ഇത്രയ്ക്ക് അങ്ങോട്ട് പീലി വിടർത്തി ആടില്ലായിരുന്നല്ലോ, അല്ലേ? ചിപ്പോ, അപ്പൊ പപ്പ പറഞ്ഞതൊക്കെ നുണയാ? കുറച്ച് വേണ്ട. പിണങ്ങാതെ, നീ എന്റെ ചക്കരയല്ലേ. ആ മോളെ, എന്നാ പിന്നെ ഞാൻ അവരെ ഇങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് വന്നോട്ടെ? പ്ലീസ്. താങ്ക് യു. സാറുമാരും മറുപടി ഒന്നും പറഞ്ഞില്ല. എന്ത് മറുപടി പറയാൻ? ഞങ്ങളങ്ങൂല്ല. അവളുമാർക്ക് തോന്നുമ്പോ ഇറക്കി വിടാനും തോന്നുമ്പോ തിരിച്ചു വിളിക്കാനും ഞങ്ങൾ അവരെ കളിപ്പുള്ളിയൊന്നുമല്ല, അല്ലേ ബ്രദറെ? പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യ് ബ്രദറെ. ബ്രദറെ, ഇതൊരുമാതിരി കോയിലടിയായി പോയിട്ടാ. സാറേ അതൊക്കെ വിട്. പോണ പട്ടി, എന്റെ പല്ലളകി. അതല്ല, ആ പെണ്ണുങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭാര്യാഭർത്താക്കന്മാരാ? അതപ്പോ ഭാര്യാഭർത്താക്കന്മാരായി ആയില്ല. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അപ്പൊ ചിലപ്പോ ഇതൊക്കെ ഉണ്ടാവും. അതെ, അതിന്റെ ഒരു റിഹേഴ്സലായിട്ട് ഇത് കൂട്ടിയാൽ മതി. എന്തായാലും അവര് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് വിളിച്ച സ്ഥിതിക്ക്. മാപ്പ് പറഞ്ഞു? ആര്? അല്ല, ഉണ്ടാവുമല്ലോ. ഇല്ലേ നിങ്ങളെ വിളിച്ചുകൊണ്ടുവരാൻ ജോൺ സാർ ഇത്ര ധൈര്യമായിട്ട് പറയൂ? എന്നാ പിന്നെ പോയാലോ ബ്രദറെ? ഹേയ്, വിളിച്ച ഉടനെ ഓടിച്ചെന്നാ ശരിയാവില്ല. വെയിറ്റ് പോവും അല്ലേ? വൈകിട്ട് 2 അടിച്ചിട്ട് അയ്യോ, നമ്മള് വെള്ളോടി നിർത്തിയില്ലേ ബ്രദറെ? എന്തിന്? ആർക്ക് വേണ്ടി?